നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ, CPO, CEO, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അങ്ങനെ നിരവധി പരീക്ഷകൾ ഈ 2025 വർഷം നടത്തപ്പെടുകയാണ്. ഈ എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ നന്നായി തയ്യാറെടുക്കുന്നുണ്ടാവും. കുറേ ആളുകൾ ഉഴപ്പിയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ മക്കളെടാ, നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുവാൻ ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യ ശ്രമമാണെങ്കിൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഈ ഒരു ജോലിയിലേക്ക് എത്തുവാൻ, ഇനി അല്ല നിങ്ങൾ കുറേ നാളുകളായിട്ട് പഠിക്കുന്നുണ്ട്, ഈ വരുന്ന ടിപ്സിലൂടെ ഒന്ന് കടന്നു പോയിട്ട് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും മിസ് ഔട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണോ പഠിച്ചു പോകുന്നത് എന്നൊന്ന് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരവസരമാണ് ഈ ഒരു സെഷനിലൂടെ. അപ്പം അടിപൊളിയായി പഠിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ ജോലി നേടാൻ കുറേ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിച്ച് എത്രയും വേഗം ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഉപകരിക്കുന്ന 7 പ്രധാനപ്പെട്ട ടിപ്സാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളുടെ ഈ 7 ടിപ്സിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് കിട്ടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ അത്രയും സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. അപ്പോൾ അതിന് ഒരു ഫ്രഷ് മൈൻഡാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അതായത് കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി സമയം കളയുന്നൊരു പ്രശ്നം നിങ്ങൾക്കില്ലേ? നിങ്ങൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അവസാനം ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഇനി എന്ത് വന്നാലും എന്താണ്, ഞാൻ ഈ കാര്യങ്ങളിലൂടെ കടന്നുപോയി ജോലി നേടും. ആ ഒരു ട്രസ്റ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം ഈ വീഡിയോയുടെ അവസാനം ഒന്ന് കമൻ്റ് ആയിട്ടിടുക. അതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നിങ്ങൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ, ഇത്രയും സബ്ജക്ട്സ് പഠിക്കാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ പഠിക്കാൻ പറ്റുള്ളൂ, ബുജികൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സെൽഫ് മോട്ടിവേഷനോട് കൂടി വേണം നിങ്ങൾ പഠിക്കാനായിട്ട് വരാൻ. എങ്കിൽ മാത്രമേ നന്നായി പഠിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് ഉപകരിക്കുന്ന ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ അൺലോക്ക് ചെയ്തത്, അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ അൺലോക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും ഒരു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. കുറേ വർഷങ്ങളായി പഠിക്കുന്നുണ്ട്, പക്ഷേ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല, ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് ഇതുവരെയും സാധിച്ചില്ല. അതായത് 10 വർഷമായി PSC പഠിക്കുന്നു, പക്ഷേ ജോലിയിലേക്ക് എത്തിയിട്ടില്ല. 6 വർഷമായി പഠിക്കുന്നു, 3 വർഷമായി പഠിക്കുന്നു, പക്ഷേ 6 മാസം കൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വെറും 1 വർഷത്തിനുള്ളിൽ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അവർക്കത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അറിയാമോ? അവരവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അവരിങ്ങനെ പൂട്ടിവെച്ച പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു മക്കളെ? അത് ഓപ്പൺ ചെയ്തു. അവരുടെ ഉള്ളു തുറന്ന് അവർ മനസ്സിലാക്കി, എൻ്റെ പൊട്ടൻഷ്യൽ ഇതാണ്. അതായത് ചിലർക്ക് ഈ 10 GK ടോപ്പിക് സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിലെല്ലാത്തിലും ഒരു പക്ഷേ എന്താണ്, സ്ട്രോങ് ആവണമെന്നില്ല. അപ്പോൾ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യും? വളരെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ വിട്ടുകളയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആ ഒരു മാർക്ക് നമുക്ക് കിട്ടാൻ ഉപകരിക്കാവുന്ന ഒരു മാർക്ക് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോവാണ്, അല്ലേ? അത് മുഴുവനായിട്ട് മാറുകയാണ്. ചിലപ്പോൾ ആ സബ്ജക്റ്റിലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കാണും. അപ്പം നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. ചില സബ്ജക്ട്സ് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതൊന്ന് സെറ്റാക്കി മാറ്റി വെക്കുക. ദെൻ ഒട്ടും കിട്ടാത്ത സബ്ജക്റ്റുകൾക്ക് കൂടുതൽ സമയം ഇടണം. അതേപോലെ തന്നെ നിങ്ങൾ ഏത് സമയത്ത് പഠിക്കണം, അതായത് രാവിലെയാണോ പഠിക്കേണ്ടത്, രാത്രിയാണോ? ചിലർക്ക് ഏർലി മോർണിംഗ്, അതായത് ഒരുപാട് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റും, 3 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവർ ഒരു മോർണിംഗ് ലവർ ആയിരിക്കും. അവർക്ക് രാവിലെ സമയത്താണ് നന്നായി പഠിക്കാൻ പറ്റുക. ചിലർക്ക് രാത്രി ഒരുപാട് സമയം പഠിക്കാൻ പറ്റും, രാവിലെ എഴുന്നേക്കാൻ കഴിയില്ല. ഒരുപാട് പേർക്ക് രാത്രി ഒരുപാട് സമയം പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ ആ സമയം ചൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ള സമയം, ആ ഒരു സമയം നിങ്ങൾ ചൂസ് ചെയ്യണം. അതിന് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിൻ്റെ മെത്തേഡ്, ചിലർ 12 മണിക്കൂർ, ചിലർ 15 മണിക്കൂറൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അവർക്ക് അതിനുള്ള കാലിബർ കാണും. ചിലർക്ക് 6 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളായിരിക്കും. ചിലർക്ക് ഒരു സമയത്ത് 1 മണിക്കൂറിൽ കൂടുതൽ പഠിക്കാനായിട്ട് കോൺസെൻട്രേഷൻ കിട്ടിയില്ലെന്ന് വരും. പക്ഷേ ആ പഠിക്കുന്ന സമയത്തിനാണ്, എത്ര സമയം നിങ്ങൾ പഠിച്ചാലും പഠിക്കുന്ന സമയത്തിനാണ് ഇമ്പോർട്ടൻസ്. ആ സമയം നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ എത്ര സമയം പഠിച്ചിട്ടും, മണിക്കൂറുകൾ പഠിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയുക, നിങ്ങൾ നിങ്ങളുടെ ഉള്ളെന്താണെന്ന് തിരിച്ചറിയുക. ആ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠനം ആരംഭിക്കാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നോ ദ എക്സാം ആൻഡ് സിലബസ്.
എന്താണ് എക്സാം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മുടെ എക്സാം പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ എക്സാമിൻ്റെ സിലബസ് എന്താണ്, ഈ കാര്യത്തെക്കുറിച്ചൊരു നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിൽ എക്സാം എന്താണെന്ന് മനസ്സിലാക്കാൻ, അല്ലെ എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം കുറേ അധികം എക്സാമിനേഷൻസിൻ്റെ സിലബസ് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ. ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം സിലബസ് വന്നു, CPOയുടെ എക്സാം സിലബസ് വന്നു, CEO വന്നു, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, സെക്രട്ടേറിയറ്റ്, ഇതിൻ്റെ എല്ലാം സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ മുൻപിലുള്ള സമയം വാരി വലിച്ച് എന്തൊക്കെയോ പഠിക്കുന്നു എന്നതിൽ അർത്ഥമില്ല. ആ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി സിലബസിൽ നിന്നുകൊണ്ട്, ആ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് വേണം നിങ്ങൾ ശ്രമിക്കാൻ. അതിനുള്ള സമയമാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തൊരു കാര്യം വെറുതെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ഓക്കെ, അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. അപ്പം നിങ്ങളുടെ സിലബസിൽ എന്താണോ പറയുന്നത് ആ സിലബസിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അത് ആദ്യം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം സിലബസ് നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി സിലബസ് മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കണം. എന്നിട്ട് നിങ്ങളൊരു സിലബസിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണോടാ, ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ അത് വെട്ടി വിട്ടേക്കണം. അപ്പോൾ എന്താണ്, ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് പോലെ അല്ല CPOയുടെ സിലബസ്. ഡിഗ്രി പ്രിലിമിനറി സിലബസിലെ കറണ്ട് അഫെയറിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. അവിടെ ടോപ്പിക് വൈസ് കറണ്ട് അഫെയറാണ് പഠിക്കണ്ടേ. പക്ഷേ CPO എക്സാമിനോ CEOയ്ക്കോ അസിസ്റ്റന്റ് സെയിൽസ്മാനോ അങ്ങനെ പഠിച്ചാൽ പോരാ. അവിടെ എന്താ, നിങ്ങൾ ഡെയിലി കറണ്ട് അഫെയർസും മറ്റു കാര്യങ്ങളും പഠിക്കണം. ഓക്കെയാണ്. ദെൻ അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡിഗ്രി പ്രിലിംസിന് ഇല്ല. അതിനുവേണ്ടി നന്നായി തയ്യാറെടുക്കുന്നവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇപ്പോൾ പഠിച്ച് സമയം കളയണ്ട. അവർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ടൊരു ടോപ്പിക്കാണ് കിടക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചിട്ട് ബാക്കി സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റണം. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം. സിലബസ് നന്നായി മനസ്സിലാക്കി, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സിലബസ് നന്നായി മനസ്സിലാക്കി എക്സാം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഗണിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അപ്പം നിങ്ങൾക്ക് കൃത്യമായ ടോപ്പിക്കുകൾ പഠിക്കാൻ പറ്റും. മുന്നോട്ട് പോകുന്തോറും നിങ്ങൾ എക്സാമുകൾ ചെയ്ത് മുന്നോട്ട് പോകും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മൂന്നാമത്തെ ടിപ്പാണ് പ്രിപ്പയർ എ സ്റ്റഡി പ്ലാൻ. നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് ഉൾപ്പെടുത്തി പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. കുറേ നാളുകൾ പഠിച്ചു കഴിയുമ്പോഴും ചില ടോപ്പിക്കുകളിലേക്ക് മാത്രമേ നമ്മൾ എത്തുള്ളൂ. ഭൂരിഭാഗവും ബാക്കിൽ പെൻഡിങ് ആയിരിക്കും. അപ്പം കൃത്യമായിട്ട് തീരാൻ, നിങ്ങൾക്കൊരു അച്ചടക്കം ഉണ്ടാവാൻ, നിങ്ങൾ കൃത്യമായ സമയം പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 2 രീതിയിലുള്ള സ്റ്റഡി പ്ലാനാണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാനാണ്, രണ്ടെന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം സ്റ്റഡി പ്ലാനാണ്. എന്താണ് ലോങ് ടേം സ്റ്റഡി പ്ലാൻ? ലോങ് ടേം സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു നീണ്ട കാലത്തേക്ക്, അതായത് 60 ദിവസമാണ് എക്സാമിനായിട്ട് നിങ്ങളുടെ മുൻപിലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ 60 ദിവസത്തെയും നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ മെയ് മാസം 24-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 60 ദിവസമുണ്ട്. ഇനി CPO എക്സാം ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു, അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടും. അപ്പോൾ ആ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഇത് നടക്കണം, ഇത് കൃത്യമായിട്ട് നടക്കണമെന്നൊന്നുമില്ല. അൺനെസസറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അതെന്തും നടന്നോട്ടെ, എന്തുമായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് മാക്സിമം അത് കവർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. അപ്പോൾ ഈ 60 ദിവസം കൊണ്ട് നിങ്ങളുടെ സിലബസ് മുഴുവനും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അതേ സ്റ്റഡി പ്ലാനുകളിൽ തന്നെ PYQ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം ഇടണം. അതേപോലെ തന്നെ നിങ്ങൾ മോക്ക് എക്സാമുകൾ ചെയ്തു നോക്കാനുള്ള സമയം ഇടണം, റിവിഷന് സമയം ഇടണം. അങ്ങനെ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു 60 ദിവസത്തെ, അല്ലെങ്കിൽ എത്ര ദിവസമാണോ എക്സാമിനുള്ളത് അത്രയും ദിവസത്തേക്ക് ഒരു പെർഫെക്റ്റ് ലോങ് ടേം സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിലബസ് മുഴുവൻ തീർക്കുന്നു അല്ലെങ്കിൽ തീർന്നു പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സമയത്ത് അത് തീരുന്നില്ല എങ്കിൽ അതനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്യാനുള്ളൊരു ഒരു എനർജി അല്ലെങ്കിൽ ഒരു അർഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളതാണ്. ഇനി അടുത്തത് ഷോർട്ട് ടേം സ്റ്റഡി പ്ലാൻ. എന്താണ് ഷോർട്ട് ടേം സ്റ്റഡി പ്ലാൻ? ഷോർട്ട് ടേം സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് മക്കളെ ഇത്രയേ ഉള്ളൂ, ഓരോ ദിവസവും നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതായത് ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കുണ്ട്, അത് കൂടാതെ തന്നെ നിങ്ങൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്യണം. ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ന ടോപ്പിക്കാണ് ഞാൻ പഠിക്കുന്നത്, ഇന്ന PYQ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാൻ പോവുകയാണ്, അതിന് ഇന്ന സമയമാണ്. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് എങ്കിൽ 3 മണി തൊട്ട് 4 മണി വരെ ഞാൻ ഇന്ന സാധനം നോക്കുന്നു. ദെൻ 4 മണി കഴിഞ്ഞ് 4:15 തൊട്ട് 6
മണി വരെ ഇന്ന സാധനം നോക്കുന്നു, ഇംഗ്ലീഷ് നോക്കുന്നു, മലയാളം നോക്കുന്നു, മാത്സ് നോക്കുന്നു. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര സമയമുണ്ടോ അത് കൃത്യമായി എഴുതി വെക്കുക. ചില ദിവസങ്ങളിൽ എല്ലാ സമയത്തും കൃത്യമായിട്ട് പഠിക്കാൻ കഴിയില്ല, എങ്കിലും നിങ്ങൾ ഈ പ്ലാൻ കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് മാക്സിമം സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ആവാനുണ്ടെങ്കിൽ ഒരു ആഴ്ചയുടെ ഒരു വീക്കെൻഡിൽ റിവിഷനൊക്കെ ഇടുന്ന സമയത്ത് അത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾ ആക്ച്വലി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ മുൻകൂട്ടി കണ്ടു. അപ്പോൾ ആ കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ത്വര നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് സ്കിപ്പായി പോകാനുള്ള സാധ്യത കുറവാണ്. അത് നിങ്ങളെ പഠനത്തിലേക്ക് എത്തിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. അതിലൊരു 5 ദിവസം നിങ്ങൾ ഒരാഴ്ചയിൽ നന്നായിട്ട് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. 2 ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ഇതിനകത്തിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു പോവുക. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണേ? ഇത് ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഞാൻ ഉൾപ്പെടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ ഓൾറെഡി ജോലി ക്ലിയർ ചെയ്തവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ദെൻ ഞാൻ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണ് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് ഒരു നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത 4ാമത്തെ ടിപ്പ് എന്താണ്? നോ എക്സാം പാറ്റേൺ. എടാ, നിങ്ങൾ എന്ത് പഠിച്ചാലും എത്ര പഠിച്ചാലും എക്സാമിൻ്റെ പാറ്റേൺ, നമ്മൾ സിലബസ് മനസ്സിലാക്കി, ദെൻ ആ സിലബസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് പാറ്റേൺ കിട്ടുക? എടാ, 2021 തൊട്ട് ഇപ്പോൾ 24 വരെ ഡിഗ്രി പ്രിലിമിനറി എടുക്കുകയാണെങ്കിൽ 11 ഡിഗ്രി പ്രിലിമിനറിയുടെ PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 11 PYQ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുകയാണെങ്കിൽ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് PYQ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാം. അതായത് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതിൻ്റെ മോഡൽ മാത്രം മാറി, അതിൻ്റെ ഓർഡർ മാത്രം മാറി, റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ PYQs പഠിക്കുന്നതിൻ്റെ കൂടെ കുറേ ശതമാനം, ഒരു 20% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അത്രയും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ. ഓക്കെ, ദെൻ UPSC ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഡിഗ്രി പ്രിലിമിനറി ആയിക്കോട്ടെ, ഈവൻ LGS എക്സാം ആയിക്കോട്ടെ, കഴിഞ്ഞ LGS എക്സാമിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എക്സാമൊക്കെ ഒരു നല്ല നിലവാരം പുലർത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ UPSC പോലെയുള്ള ഏജൻസികളുടെ എക്സാമിനേഷൻ, സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ദെൻ അതേപോലെ തന്നെ സ്റ്റേറ്റ് PSCകൾ, അതർ സ്റ്റേറ്റ്, തമിഴ്നാട് PSC, രാജസ്ഥാൻ PSC, ഒഡീഷ PSC, UP PSC, ഇവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് അടിപൊളിയാണ്. ഒഡീഷ PSCയുടെയൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു മെച്ചം നിങ്ങൾക്ക് എവിടെ നേടിയെടുക്കാൻ പറ്റും? പാറ്റേൺ മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാറി വന്നാലും കൃത്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു മാനസിക ശേഷി നിങ്ങൾക്ക് കിട്ടും. പല പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ only 1 only 2 എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ശരി, 2 സ്റ്റേറ്റ്മെൻറ്റ് ശരി എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്, 1 2 3 4 എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്, ദെൻ റീസൺ ആൻഡ് അസേർഷൻ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അങ്ങനെ പല പാറ്റേൺ, പിന്നെ ബേസിക് ആയിട്ടുള്ള MCQ ഉണ്ട്. ഇങ്ങനെ പല പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺസ് മനസ്സിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് മാർച്ച് മാസം 26, അതായത് നാളെയാണ്, 26, 27 ദിവസങ്ങളിലായിട്ട് ഒരു 6ഓളം സെഷനുള്ള ഒരു വർക്ക്ഷോപ്പ് സൂപ്പർ നോട്ട്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് തന്നെ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു വാട്സാപ്പ് ലിങ്ക് ഉണ്ടാവും. ഈ വാട്സാപ്പ് ലിങ്ക് വഴി ഒരു ചാനലിലേക്ക്, നിങ്ങൾ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പ്ലാൻസ്, അതിൻ്റെ സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ്, നിർദ്ദേശങ്ങളെല്ലാം തരും. അതിനുശേഷം നിങ്ങൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് ഒരു 6ഓളം സെഷൻസ് ഉണ്ടാകും. ആ 6ഓളം സെഷൻസിലൂടെ അധ്യാപകർ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഈ അവസരം ഫ്രീ ആണ്, തികച്ച സൗജന്യമാണ്. ജസ്റ്റ് ഒരു വാട്സാപ്പിൽ കയറുക, നിങ്ങളുടെ ഓൺലൈൻ ആയിട്ടുള്ള ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് ഈ മറ്റേ സെഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ശരിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. PYQ, UPSC, അതർ PSC ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ആ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. 5 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 5ാമത്തെ പോയിന്റ്, ലിമിറ്റ് യുവർ റിസോഴ്സസ്. എടാ, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ റിസോഴ്സസ് കാണും. കുറേ സ്ഥാപനങ്ങളുടെ റാങ്ക് ഫയൽ കാണും. നിങ്ങൾക്ക് 2 3 റാങ്ക് ഫയൽ വാങ്ങി പഠിക്കാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് PYQ ബുക്കുകൾ വാങ്ങി പഠിക്കാം. NCERT, SCERT ഒക്കെ പഠിക്കാം, അല്ലേ? SCERT ഒക്കെ പഠിക്കാം. UPSC മെറ്റീരിയൽസ് പഠിക്കാം, അതർ PSC മെറ്റീരിയൽസ് പഠിക്കാം. ഇനി ഇതൊന്നും കൂടാതെ ഇതിൻ്റെ മേജറായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്യാം. ഇങ്ങനെ കുറേ യൂസ് ചെയ്യാം. ഇനി കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്, ഇതിലൂടെ എല്ലാം കടന്നു പോകാം. കുറേ ടെലഗ്രാം ചാനലുകളുണ്ട്, ഇതിലൂടെ എല്ലാം കടന്നു പോകാം.
പക്ഷേ മക്കളെ, നമുക്ക് നന്നായി പഠിച്ചു തീർക്കാനായിട്ട് ഇതിലൂടെ ഒന്നും കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ റിസോഴ്സസിനെ ലിമിറ്റ് ചെയ്യണം. നിങ്ങളുടെ സമയം കൊല്ലിയാവുന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കാൻ നിങ്ങളുടെ റിസോഴ്സസിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു 1-2 ടെലഗ്രാം ചാനലിനെ ഫോളോ ചെയ്യുക. 1-2 ടെലഗ്രാം ചാനൽ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് അതിൽ ക്ലാസ്സുകൾ വരാറുണ്ട്. ദെൻ ഉച്ചയ്ക്ക് 2 മണിക്ക് കറണ്ട് അഫെയർ ക്ലാസ് വരുന്നുണ്ട്. രാത്രി 9 മണിക്ക് ക്ലാസ്, 9 മണിക്ക് SCRT ക്ലാസ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു 3 ക്ലാസ് കിട്ടുന്നുണ്ട്. സഫീഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ അതിനകത്തിൽ വൊക്കാബുലറീസ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറീസ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ബോളുകൾ വരുന്നുണ്ട്, വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നുണ്ട്. ഇനി സൂപ്പർ നോട്ട്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് ഒരു സെഷൻ വരുന്നുണ്ട്. അതുകൂടാതെ PSCയുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ വിവരങ്ങളും മറ്റേ അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു റിസോഴ്സസിനെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ലിമിറ്റ് യുവർ റിസോഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ റിസോഴ്സസിനെ നിങ്ങൾ കൃത്യമായിട്ട് ലിമിറ്റ് ചെയ്ത് മാത്രം എന്ത് ചെയ്യാൻ ശ്രമിക്കുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കുറേ കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയില്ല. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചിട്ട് പറ്റുന്നില്ല, നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ സപ്പോർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ രീതിയിൽ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് എടുക്കുക. അങ്ങനെ വേണം നമ്മൾ നല്ലൊരു വിദ്യാർത്ഥി പഠിച്ചു പോകാൻ. അല്ലാതെ കുറേ റിസോഴ്സസ് എടുത്ത് വെച്ച് കുറേ വാരി വലിച്ച് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിനുള്ള സമയവും നമ്മുടെ മുൻപിലില്ല. നിങ്ങളുടെ റിസോഴ്സസിനെ നിങ്ങൾ കൃത്യമായിട്ട് ലിമിറ്റ് ചെയ്ത് പഠിക്കാം. നിങ്ങൾ SCRT NCRT പഠിച്ചിരിക്കണം, ഉറപ്പാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അതേപോലെ തന്നെ ഒരു 1-2 ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാം. ഒരു 1-2 YT യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. എല്ലാ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും തീരാൻ പോകുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് അവരുടെ നോട്ട്സ് യൂസ് ചെയ്യാം. അവരുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, ഇപ്പോൾ ഈ സൂപ്പർ നോട്ട്സിൻ്റെ ബാച്ചുകളിലെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്, ക്ലാസ്സസ് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലിമിറ്റ് യുവർ റിസോഴ്സസ് എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ്. ദെൻ 6ാമത്തേതാ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോ യുവർ എനിമി. നിങ്ങൾക്ക് ഈ ഒരു പഠന മേഖലയിൽ ചിലർ എനിമീസ് ആയിട്ടുണ്ടാവും. അത് ചില വ്യക്തികളായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ചില സംഭവങ്ങളായിരിക്കാം, നമ്മുടെ തന്നെ ചില തെറ്റായിട്ടുള്ള എബിലിറ്റികളായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചില ശീലങ്ങളായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കാം. വ്യക്തികൾ എങ്ങനെയാണ് നമ്മുടെ എനിമി ആകുന്നത്? പലരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വരും, അല്ലേ? പല ഫംഗ്ഷൻസിന് പോകുമ്പോൾ നിനക്കിതുവരെ ജോലിയായില്ലടാ, നീ എന്തിനാണ് പഠിക്കുന്നത്, നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല PSC, നീ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ജോലിയിൽ പോയി പണിയെടുത്തോ, അല്ലെങ്കിൽ അവിടെ പോയി കിടക്കേണ്ടവനാണ്, അല്ലാതെ PSC ഒന്നും നിനക്ക് പറഞ്ഞിട്ടില്ലെന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഓരോ ദിവസവും നിങ്ങളുടെ അടുക്കിലേക്ക് കുറേ ആളുകൾ വരും. അവരെ കേൾക്കാൻ നിന്നാൽ നിങ്ങളുടെ എനിമിയാണ് അവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല. നിങ്ങൾ അവരെ കേട്ടിട്ട് മറ്റു പണിക്കും പോകും. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും മാറ്റിവെക്കേണ്ടി വരും. നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനിമീസിനെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി അവരെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക. ഇവൻ ഈ ജോലി കിട്ടുന്നത് വരെയെങ്കിലും നിങ്ങൾ അവരെ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. നിങ്ങളല്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടില്ല എന്ന് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സാധനങ്ങളായിരിക്കാം. ഉദാഹരണമായിട്ട് മൊബൈൽ ഫോൺ. ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ കാണുകയാണെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം. പക്ഷേ അതിലൊരു സോഷ്യൽ മീഡിയ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ കാണും, അല്ലാത്തത് കാണും. ഇൻസ്റ്റഗ്രാം പോലെയുള്ള, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കുറേ സമയം, ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, എല്ലാം വേണം. പക്ഷേ അനാവശ്യമായിട്ടുള്ള കുറേ സമയങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചില ഗെയിമുകളൊക്കെ കളിക്കാനായിട്ടൊക്കെ കുറേ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതൊന്ന് മാറ്റി വെക്കാം. പിന്നീട് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. ഈ എക്സാംസ് പൂർത്തിയാക്കി അടിപൊളിയായിട്ട് പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം സമയവും നിങ്ങൾ കളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോ. സിനിമയ്ക്ക് പോകുക എന്നുള്ളൊരു ശീലമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ ഒരു സിനിമയ്ക്ക് മാസത്തിലൊരിക്കൽ പോകുന്ന കാര്യമല്ല പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട്. മക്കളെ, നിങ്ങളുടെ പരീക്ഷ കഴിയുന്നത് വരെ ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു വെളിച്ചം നിങ്ങൾക്ക് വീശാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ അപ്പന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളെ വളർത്തിയിട്ടുണ്ടാവുക. പലരുടെയും മാതാപിതാക്കൾ ഭയങ്കര സപ്പോർട്ടായിരിക്കും നമുക്ക് തരുന്നത്. കാരണം അവർ കഷ്ടപ്പെട്ട് അവരിപ്പോഴും പണിയെടുത്ത് നമുക്ക് വേണ്ടി പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവർക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പം പറ്റുന്നത് പഠിക്കുക. പഠിച്ച് നിങ്ങൾ ഒരു ജോലി വാങ്ങിച്ച് നിന്റെ പപ്പായെയും നിന്റെ മമ്മിയെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നീ ഉയരണം. അതിനുവേണ്ടി ചില ത്യാഗങ്ങൾ നമ്മൾ വരിച്ചേ മതിയാവൂ. അവരുടെ കഷ്ടപ്പാടിന് നിങ്ങളുടെ അധ്വാനം കൊണ്ട്, നിങ്ങൾ ഈ ഒരു പഠനത്തിന് വേണ്ടി ഇടുന്ന എഫോർട്ട് കൊണ്ട് നാളെയിൽ സന്തോഷം കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ ഒരല്പം ത്യാഗം സഹിക്കണം. നിങ്ങളൊരല്പം സമയം നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് പഠനത്തിലേക്ക് നിങ്ങൾ വരണം.
ഓക്കെ ആണേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ എനിമി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ എനിമിയെ നിങ്ങളിൽ നിന്ന് അകറ്റി കുറേ നാളത്തേക്ക് നിർത്താനായിട്ടുള്ള മാനസികാവസ്ഥ നിങ്ങൾ എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്യുക. ദെൻ അടുത്ത വളരെ ലാസ്റ്റിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 7ാമത്തെ പോയിന്റ്. റൊണാൾഡോയെ പോലെ ട്രസ്റ്റ് ദ പ്രോസസ്സ്. നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ്, നിങ്ങൾ പഠിക്കുന്ന മാധ്യമങ്ങൾ, അതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു പോയിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് ഇന്ന രീതിയിൽ ഞാൻ ഇനി മുതൽ പഠിക്കുമെന്ന് തീരുമാനിക്കുക. ആ ഒരു വിശ്വാസം, ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നന്നായി ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളോട് പറ്റുന്നതിന് അത്രയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ, അതായത് ഒരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്തു, 10 ദിവസം കഴിഞ്ഞിട്ട് വേറൊരാളുടെ വീഡിയോ കണ്ടു, ഞാൻ വേറൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു, അടുത്ത ദിവസം കഴിഞ്ഞ് വേറൊരാളുടെ വീഡിയോ കണ്ടു, വേറൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. അങ്ങനെയല്ല. നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, അതിലൂടെ കുറേ നാൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ട്, ഒരേ ദിവസങ്ങൾ കൊണ്ട്, എക്സാമിൻ്റെ അന്ന് വരെയും നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ വർക്ക് ചെയ്ത് അവസാനം നിങ്ങൾ ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ജോലിയിലേക്ക് എത്തുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന പ്രോസസ്സ്, അത് നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക. ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇനി എങ്ങനെ പഠിക്കണമെന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനൊരു മറുപടി കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നിങ്ങളുടെ പഠനം ഇങ്ങനെ ആയിരിക്കണം മക്കളെ. നിങ്ങൾ പഠിക്കണം, എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം, നിങ്ങൾ റിവൈസ് ചെയ്യണം, ഒരു കൃത്യമായ ഇടവേളയിൽ നിങ്ങൾ റിവിഷൻ ചെയ്യണം, ദെൻ കൃത്യമായ ഇടവേളയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ 3 കാര്യവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നില്ല, നിങ്ങൾ പഠിക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, റിവിഷൻ ചെയ്യുന്നു. റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ റിവൈഷൻ ചെയ്യുന്നില്ല, പഠിക്കുന്നുണ്ട്, ഇടയ്ക്ക് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്, ദെൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, പഠിക്കുന്നുണ്ട്, റിവിഷൻ ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യം കൂടി കൃത്യമായി വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ. ക്ലിയർ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വെളിച്ചം വീഴുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണ്, ഇതിനകത്തെ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്കിത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക. അതാണ് നമുക്ക് കോൺഫിഡൻസ്. നിങ്ങളെ കൂടുതൽ സഹായിക്കാനായിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ കാണും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക, അവരും ഇതൊക്കെ കേൾക്കട്ടെ. ദെൻ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് താഴെ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ ബാച്ചിലേക്ക് വരാനായിട്ട് ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് ബാച്ച് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതിയടാ, 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. 8281 223366 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ഇവിടെ നമ്പറുണ്ട്. ഇതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു ക്രാഷ് ബാച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ടോപ്പിക്സും മലയാളവും ഇംഗ്ലീഷും മാത്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രാഷ് ബാച്ച്. ആ ഒരു ക്രാഷ് ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രിലിമിനറി ക്ലിയർ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നമ്മൾ തരും. അതേപോലെ തന്നെ മെയിൻസിലും ഇൻ്റർവ്യൂവിലുമുള്ള എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും ഈ ഒരൊറ്റ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ വർക്ക്ഷോപ്പിലും പങ്കെടുക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം കാണാം.